ജയ് ഹിന്ദ്. വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 50% DR ബേസിക് പെൻഷനിൽ മെർജ് ചെയ്യാനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നു. 50% DR മെർജ് ചെയ്താൽ നമുക്കുണ്ടാകുന്ന ഗുണവും അതിലുപരി കേന്ദ്ര സർക്കാരിനുണ്ടാകാവുന്ന ഗുണവും എന്തൊക്കെയെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. AICPN ഡാറ്റ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലെ പബ്ലിഷ് ചെയ്യാതിരിക്കുന്നതിനാൽ ജൂലൈ മാസം 50% DR ബേസിക് പെൻഷനിൽ മെർജ് ചെയ്യാൻ സാധ്യതയുള്ളതായി എല്ലാവരും പ്രതീക്ഷിക്കുന്നു. ജൂലൈ മാസം DR 50% ബേസിക് പെൻഷനിൽ മെർജ് ചെയ്താൽ കേന്ദ്ര സർക്കാരിന് ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തെല്ലാമെന്ന് ആദ്യം പരിശോധിക്കാം. ജൂലൈ മാസം 50% DR ബേസിക് പെൻഷനിൽ മെർജ് ചെയ്താൽ DR 0% ആകുന്നതാണ്. അപ്പോൾ ജനുവരി 2024 മുതൽ ജൂൺ 2024 വരെയുള്ള DRലെ വർധനവ് കേന്ദ്ര സർക്കാരിന് നൽകേണ്ടി വരില്ല. അതോടൊപ്പം ജൂലൈ 2024 മുതൽ ഡിസംബർ 2024 വരെയുള്ള DR 0% ആയതിനാൽ അതും നൽകേണ്ടി വരില്ല. ചുരുക്കി പറഞ്ഞാൽ ഒരു വർഷത്തെ DA/DR കേന്ദ്ര സർക്കാരിന് സർവീസിലുള്ളവർക്കും പെൻഷനേഴ്സിനും നൽകേണ്ടി വരില്ല. ഇതുകൊണ്ട് കേന്ദ്ര സർക്കാരിനുണ്ടാകുന്ന മറ്റൊരു ഗുണം 8 പേ കമ്മീഷൻ നടപ്പാക്കേണ്ടിയും വരില്ല. ഇനി 50% DA/DR ബേസിക്കിൽ മെർജ് ചെയ്താൽ സർവീസിലുള്ളവർക്കും നമ്മൾ പെൻഷനേഴ്സിനുമുള്ള ഗുണമെന്ത്? ജൂലൈ മാസം DA/DR മെർജ് ആയാൽ ജനുവരി 2024 മുതൽ ഡിസംബർ 2024 വരെ നമ്മുടെ സാലറിയിലും പെൻഷനിലും ഒരു വർധനവും ഉണ്ടാകില്ല. എന്നാൽ ജനുവരി 2025 മുതൽ DA/DRൽ വർധനവുണ്ടാകുമ്പോൾ നമ്മുടെ സാലറിയിലും പെൻഷനിലും അതിൻ്റെ ഗുണം ലഭിച്ചു തുടങ്ങും. ഇത് സംബന്ധിച്ച് വാർത്തകൾ പ്രചരിക്കുന്നുണ്ടെങ്കിലും കേന്ദ്ര സർക്കാർ ഇത് സംബന്ധിച്ച് ഒരു ക്ലാരിഫിക്കേഷനും ഇതുവരെയും നൽകിയിട്ടില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സബ്സ്ക്രൈബും ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ജയ് ഹിന്ദ്, വന്ദേ മാതരം.